അവരുടെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അവിടെ പെൺകുട്ടികൾ വരുമ്പോൾ അവരുമായിട്ട് ഒത്തുകൊള്ളുക, ഒന്ന് മുട്ടി ഇരിക്കുക, പിന്നെ നമ്പറൊക്കെ വായിക്കുക, പിന്നെ രാത്രി ആളുമാർക്ക് ആ കുട്ടികളെ ഉറക്കങ്ങനെ കത്ത രീതിയിൽ പിന്നെ അവരെ വിളിച്ച് ശല്യം ചെയ്യുക എന്നുള്ള കുറേ മ്ലേശന്മാരെ ദേഷ്യത്വ സ്വഭാവമുള്ള ചില മുതിർന്ന ചില സ്ത്രീകളും ആർക്കതെന്ന് പറയുന്നില്ല, എല്ലാവർക്കും അറിയാവുള്ളൂ. അതുകൊണ്ട് സംഘാടകരെ ഒരു വിധത്തിൽ ആരെയും കൈവയ്ക്കാനാണെങ്കിൽ അവിടെ കൈവയ്ക്കാനുള്ള ഏറ്റവും പേര് തന്നെ കൈവയ്ക്കേണ്ട കാര്യമുണ്ട്. അപ്പൊ ഞാനുമാണെങ്കിൽ തെറ്റി പോടാ വാട ഇവിടെ ഇതൊക്കെയുള്ള വരികളും ചില കാക്കുമോ പ്രയോഗങ്ങളൊക്കെ ഉണ്ടെങ്കിലും വീട്ടിൽ ഭാര്യ എടുത്ത് വിളക്ക് കൊടുത്ത് തൊഴിലിട്ടാണ് പോയത്. ഒരു കാരണവശാലും ഞാൻ കാരണം ഈ മേളയ്ക്ക് എല്ലാവരുമായിട്ട് വന്നു ഹരിച്ചേട്ടാ വിളിച്ചേട്ടാ എന്ന് പറയും, പായക്കര കെട്ടിപ്പിടുത്ത ഉമ്മക്ക് മറ്റേ പിടിച്ചോണ്ട് പോയി സ്മോള് തരും, മറ്റേ തരാമെന്ന് പറയും, മറ്റൊന്ന് പറയും. താങ്കൾക്ക് ഈ ഫിലിം ഫെസ്റ്റിവൽ ഒരു മാധ്യമ പ്രവർത്തനം താങ്കൾക്ക് ഒരു ദുരനുഭവം ഉണ്ടായി, എന്താണ് സംഭവിച്ചത്? എന്നെ സംബന്ധിച്ചിടത്തോളം ഈ IFFK 28 എന്ന് പറഞ്ഞത് ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഒരു മേളയായിരുന്നു. 28 വർഷമായി ഞാൻ ഈ മേളയിൽ പങ്കെടുക്കുന്നുണ്ട്. അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ കേരളത്തിൽ ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിച്ചു വരുന്ന അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ ഞാൻ പങ്കെടുക്കുന്നുണ്ട്. ആദ്യകാലങ്ങളിലൊക്കെ മേളയിൽ അത്തരത്തിലുള്ള ഒരു സെലിബ്രേഷന്റെ ഒരു അന്തരീക്ഷമോ അല്ലെങ്കിൽ ഉത്സവ അന്തരീക്ഷമൊന്നുമല്ല. ഗൗരവമായിട്ട് ആളുകൾ ബുദ്ധിജീവികളും അങ്ങനെ സിനിമയായിട്ട് താല്പര്യമുള്ളവരും ഒരു ന്യൂനപക്ഷം വന്ന് സിനിമ കാണുക എന്നുള്ളതായിരുന്നു. അതിന് അവരുടെ കൂടെ ഒപ്പം തന്നെ ഞങ്ങൾ യൂണിവേഴ്സിറ്റി കോളേജിലുള്ള സുഹൃത്തുക്കൾ, അതിനകത്ത് പല സുഹൃത്തുക്കളുണ്ട്. ഞങ്ങൾ PV ബാലന്, അങ്ങനെ പിന്നെ അൻവർ അലി, PK രാജശേഖരൻ, വിനയകുമാർ, പിന്നെ ഭട്ടതിരി, അങ്ങനെ നമ്മുടെ ഒരു സുഹൃത്ത് സംഘം ഒപ്പം ഞങ്ങൾ പോയി സിനിമ കാണുമായിരുന്നു. അപ്പോൾ അന്നൊക്കെ പാസ് എങ്ങനെ എടുക്കുന്നതെന്നുള്ളതിനെ കുറിച്ച് എനിക്ക് അത്ര ഒരു ഇത് പോരാ. എങ്ങനെ എടുത്തതെന്ന് പൈസ കൊടുത്ത് അതേപോലെ ചുറ്റുമായിട്ട് പൈസയായിരുന്നു. അതിനുശേഷം പല വർഷങ്ങൾ കഴിയുമ്പോൾ പാസിന്റെ ചാർജ് കൂടി, പൊതുവെ ജീവിത നിലവാരം കൂടുതലനുസരിച്ച് പാസിന്റെ ചാർജ് കൂടി. ഇപ്പോൾ 1500 രൂപ മറ്റുമാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട്, അപ്പോൾ 1500 രൂപയായിരുന്നു. അപ്പോൾ കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് എനിക്ക് മീഡിയ പാസ് അലോട്ട് ചെയ്യുന്നുണ്ട്. അത് മീഡിയ ഓൺ ഡ്യൂട്ടി എന്ന് പറയുന്നത് മീഡിയ നമ്മുടെ PRD എന്നുള്ള പാസ്സാണ് കിട്ടുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് പാസിന് അപ്ലൈ ചെയ്യുക, അങ്ങനെയുള്ള കുറച്ച്. അപ്പോൾ അതിന് അവർക്ക് സാങ്കേതിക ബുദ്ധിമുട്ട്, നമുക്ക് പോയി കാത്തിരിക്കുന്നതുകൊണ്ട് ഇത്തവണ നേരത്തെ പാസിന് അപ്ലൈ ചെയ്തു. അജയ് ചന്ദ്രന്റെ ഇതിന്റെ ചരിത്ര അക്കാദമിയുടെ ചെയർമാൻ അജയ് ചന്ദ്രന്റെ എടുത്തു കൊടുത്തു. അജയ് ചന്ദ്രൻ അതൊരു അമൃത എന്ന് പറഞ്ഞ കുട്ടി എടുത്തു കൊടുത്തു. പാസ്സൊക്കെ റെഡിയാക്കി എല്ലാം കൊടുത്തു. എന്ന് വെച്ചാൽ സംഘാടകരുടെ ഭാഗത്തു നിന്ന് അങ്ങേയറ്റം പിഴിമാറുന്ന സംഘാടകത്വം എന്ന് വെച്ചാൽ അത് നമ്മുടെ പാർട്ടി സഖാക്കള്, വോളണ്ടിയേഴ്സ്, സാധാരണ ആൾക്കാർ, കുടുംബശ്രീ പ്രവർത്തകർ തൊട്ട് മേളിലുള്ള രഞ്ജിത്ത് വരെയുള്ള ആൾക്കാർ ഇതിനകത്ത് അങ്ങേയറ്റം അഹോരാത്രം പരിഹരിക്കുകയാണ്. അതോടൊപ്പം തന്നെ പിന്നെ നമ്മുടെ കുക്കു പരമേശ്വരന്, പിന്നെ ഭാഗ്യലക്ഷ്മി, പിന്നെ നമ്മുടെ സൈതാ മഠത്തില്, അങ്ങനെയുള്ള പിന്നെ ചലച്ചിത്ര താരങ്ങൾ ഇതിനകത്തുണ്ട്, അങ്ങനെയുള്ളവരുണ്ട്. പിന്നെ പ്രൊഡ്യൂസേഴ്സിന്റെ സാന്നിധ്യമാണെങ്കിൽ അസാധ്യമായിട്ട് സാന്നിധ്യമാണ്. പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത് ദൈവതുല്യരാണെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. കാര്യം സിനിമയുടെ നട്ടല് പ്രൊഡ്യൂസർമാരാണല്ലോ. നമ്മുടെ എല്ലാം നമ്മുടെ എന്ന് പറയുമ്പോൾ ഇന്ത്യക്കാരൻ പറയുവാണ്. പിന്നെ ചിപ്പിയുടെ ഭർത്താവ് രഞ്ജിത്ത്, അതുപോലെ തന്നെ പിന്നെ മേനക സുരേഷ്, പിന്നെ അങ്ങനെയുള്ള പിന്നെ ഉഴവൂർ വിജയന്റെ പാർട്ടിയിൽപ്പെട്ട അദ്ദേഹത്തിന്റെ പേര് മറന്നുപോയി, പേര് പെട്ടെന്ന് കിട്ടുന്നില്ല, പാർട്ടിയിൽപ്പെട്ട ഒരു കോൺഗ്രസ്സുകാരന് കഥനൊക്കെ ഉഴവൂർ വിജയന്റെ പാർട്ടിയിൽപ്പെട്ട കോൺഗ്രസ്സുകാരന്, ഇവരെല്ലാം തന്നെ ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് ഫെസ്റ്റിവൽ ഓഫീസും പല വിധത്തിലുള്ള ഫുഡ് കോർട്ടുകൾ, യങ്സ്റ്റേഴ്സിനെ ആഹ്ലാദിക്കാനുള്ള വേളകൾ എല്ലാം കൊണ്ടും അതിഗംഭീരമായിട്ടുള്ള പൊളിച്ചടുക്കി ഉള്ള വേളയാണ്. പക്ഷേ എന്ത് കാര്യം വരുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, എന്ത് കാര്യം വരുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഒരു കുറെ മ്ലേശന്മാര്, കുറെ ഊച്ചാളികൾ എന്ത് കാര്യങ്ങളും നുഴഞ്ഞു കയറും. എന്നുവെച്ചാൽ അവരുടെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അവിടെ പെൺകുട്ടികൾ വരുമ്പോൾ അവരുമായിട്ട് ഒത്തുകൊള്ളുക, ഒന്ന് മുട്ടി ഇരിക്കുക, പിന്നെ നമ്പറൊക്കെ വായിക്കുക, പിന്നെ രാത്രി ആളുമാർക്ക് ആ കുട്ടികളെ ഉറക്കങ്ങനെ കത്ത രീതിയിൽ പിന്നെ അവരെ വിളിച്ച് ശല്യം ചെയ്യുക എന്നുള്ള കുറെ മ്ലേശന്മാര് അവരെ അവരുടെ പ്രധാന ജോലി എന്ന് പറഞ്ഞാൽ മ്ലേശന്മാര് ചില പ്രോസ്റ്റിറ്റ്യൂട്ട് സ്വഭാവമുള്ള, പ്രോസ്റ്റിറ്റ്യൂട്ട് തന്നെ പറഞ്ഞാൽ വേശ്യത്വ സ്വഭാവമുള്ള ചില മുതിർന്ന ചില സ്ത്രീകളും, ആർക്കതെന്ന് പറയുന്നില്ല, എല്ലാവർക്കും അറിയാവുള്ളൂ. അങ്ങനെ ഉള്ളവർ കുറച്ച് പേരുണ്ട്. പക്ഷെ മെജോറിറ്റി 95% അന്തസ്സായിട്ട് സിനിമ കാണുകയും, സിനിമ കണ്ടില്ലേ തന്നെ നമ്മളൊരു പബ്ലിക് ഒരു പ്ലേസ് ഒരു ഉത്സവത്തിൽ വരുമ്പോഴത്തേക്ക് മാതൊക്കെയാണ് പറയേണ്ടത്, അല്ലല്ലോ. അപ്പോൾ എനിക്ക് സംഭവിച്ചെന്ന് പറഞ്ഞാൽ അങ്ങനെ പാസ് കിട്ടി. ആദ്യത്തെ തന്നെ സിനിമ എന്ന് പറഞ്ഞാൽ പിന്നെ ആദ്യത്തെ സിനിമ ഒരു ഹംഗേറിയൻ സിനിമയായിരുന്നു. അത് അതിഗംഭീരമായിട്ടുള്ള സിനിമയാണ്. അപ്പൊ രഞ്ജിത്ത് ആദ്യമേ ഡിക്ലെയർ ചെയ്തത്, രഞ്ജിത്തൊക്കെ എന്ന് പറഞ്ഞാൽ സിനിമയിലെ ഏറ്റവും ഭയങ്കരമായിട്ടുള്ള ക്രാഫ്റ്റും അതുപോലെ തന്നെ ഇനിയിപ്പോ പയ്യപ്പുഴയുടെ തിരക്കിൽ എടുക്കാൻ പോവാണ്. ഓരോ അസൂയായിരിക്കും ഓരോ രഞ്ജിത്തൊക്കെ ഒരു പാവമായിട്ട് ഇങ്ങനെ നടക്കുമ്പോഴത്തേക്കും ചുമ്മാ രഞ്ജിത്ത് ഇങ്ങനെ നടന്നു പോവാണ്.
സ്മോളാണ് കേട്ടോ, ലാർജാണ്, ഇങ്ങനെയൊക്കെ പറയുമെന്ന് പറയുന്നത് കുറേ വായി നോക്കികൾ ഇങ്ങനെ കോസിപ്പ് പറയാനായിട്ട്. അത് മാധ്യമപ്രവർത്തകരൊന്നുമല്ല, ചുമ്മാ ആളുകൾ പറയുമ്പോൾ അവർ കേട്ട്, കൊച്ചു പിള്ളേരാണല്ലോ ഇപ്പൊ മീഡിയ എന്നൊക്കെ വരുന്നത്, അവരത് കേട്ടോണ്ട് നോക്കിയോ രഞ്ജിത്ത് ഭയങ്കര മദ്യപാനമാണ്, മറ്റൊരു അവിടെ പിന്നെ പ്രേംകുമാർ എന്നൊക്കെ പറഞ്ഞ ജെം ഓഫ് എ ക്യാരക്ടർ, എന്തുമാത്രം നല്ല സ്നേഹമല്ല. അജോയ്ക്കാണെങ്കിൽ സംസാരിക്കാൻ സമയമില്ല. അവിടെ പിന്നെ ആണെങ്കിൽ എം ബി സജീഷ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം, എം ബി സജീഷ് എന്റെ ജൂനിയറായിട്ട് മാധ്യമത്തിൽ വർക്ക് ചെയ്തതാണ്, മാധ്യമ പേപ്പറിൽ ജൂനിയറിന്റെ. ഞാൻ അവിടുന്ന് മാറിയ ശേഷം അവിടെ ഡിഗ്രി അടിച്ചാണ് ചാർജുള്ളതാണ്. എം ബി സജീഷൊക്കെ എന്റെ ജീവനാണ്. അങ്ങനെ ശരിക്കും ചങ്കെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചങ്കുകൾ നടത്തുന്ന മേളയാണ് ഈ മേള. ചങ്കുകൾ എന്ന് വെച്ചാൽ ഞങ്ങൾ കട്ട സഖാക്കൾ നടത്തുന്ന, നമ്മുടെ ഇടതുപക്ഷ ഗവൺമെന്റ് നടത്തുന്ന ഏറ്റവും സുന്ദരമായിട്ടുള്ള മേള. ഓരോ വർഷം ചെയ്യുന്നവർ ഇത് വർണ്ണപ്പോയിട്ടാകുമ്പോൾ ഇതിൽ അസൂയ പൂത്തിട്ടുള്ള ചില ആളുകളുടെ പേരുകളൊന്നും തൽക്കാലം പറയുന്നില്ല. ചില വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ ഇതിനകത്ത് നുഴഞ്ഞു കയറി പലപ്പോഴും അലപ്പുണ്ടാക്കുക. അതിനകത്ത് ചിലപ്പോൾ നമ്മൾ ഇപ്പൊ ഞാനും ഒക്കെ ചെറുപ്രായത്തിൽ, അന്നത്തെ കാലത്ത് പെൺകുട്ടികൾക്ക് സീറ്റ് വലിക്കത്തില്ലായിരുന്നു, പക്ഷെ ഞാനും ഒക്കെ നല്ലതായിട്ട് സ്മോൾ അടിച്ചുകൊണ്ട്, അത് കാരണം പല വിഷ്വൽസ് ഇപ്പോൾ ഓർമ്മയില്ല. നമ്മൾ ബഹുമാനം തൊട്ട് നർക്കോസ്കി പടങ്ങളെല്ലാം കണ്ടെങ്കിലും പല വിഷ്വൽസ് ഓർമ്മയില്ലാത്ത കാര്യം വെച്ചാൽ നമ്മൾ അയ്യപ്പനും ഒക്കെ ആയിട്ട് സിനിമ കാണാനായിട്ട് വരികയും അയ്യപ്പന്റെ ബ്രഹ്മവരൊക്കെ കാണുകയും എന്ത് രസകരമായിട്ടുള്ള ഒഡേസയിലെ പടവുകൾ. അതാണ് കെ പി കുമാരനുണ്ട്, എം എഫ് തോമസ് ഉണ്ട്, പിന്നെ ടി വി ചന്ദ്രനുണ്ട്, അങ്ങനെയുള്ള പ്രമുഖരായിട്ടുള്ള വന്നിട്ട്. അപ്പൊ അയ്യപ്പനൊക്കെ അലമ്പാക്കും. അതിനകത്തേക്ക് ഒരു തൈക്ഷണികമായിട്ടുള്ള അലമ്പാണ്. അല്ലാതെ ഇപ്പോഴത്തെ ചിലർ ചെയ്യുന്ന പോലത്തെ ഉള്ള ഇതല്ല. ചിലര് അലമ്പല്ല, ഈ ഉത്സവം എന്ന് പറയുന്നത് മൊത്തത്തിന്റെ ഒരു അലമ്പിന്റെ ഒരു അന്തരീക്ഷം അവിടെ കാണും. അതുകൊണ്ട് സംഘാടകർ ഒരു വിധത്തിൽ ആരെയും കൈവയ്ക്കവരാണെങ്കിൽ അവിടെ കൈവയ്ക്കാനുള്ള 8 പേര് തന്നെ കൈവയ്ക്കേണ്ട കാര്യമുണ്ട്. അപ്പൊ ഞാനുമാണെങ്കിൽ തന്നെ പോടാ വാട പിട ഇതൊക്കെയുള്ള വരികളും ചില കാക്കുവും ആ പ്രയോഗങ്ങളൊക്കെ ഉണ്ടെങ്കിലും വീട്ടിൽ ഭാര്യ എടുത്ത് വിളക്ക് കൊടുത്ത് തൊഴിലിട്ടാണ് പോയത്. ഒരു കാരണവശാലും ഞാൻ കാരണം ഈ മേളയ്ക്ക് ഒരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. കഴിച്ച് ഞാൻ വയലറ്റ് ആയി കഴിഞ്ഞു അന്തം വിട്ട് ഹനുമാന് തീ കൊടുത്തുന്ന പോലത്തെ വയലറ്റ് സാധനം വെച്ചാൽ കത്തിച്ച് ചാമ്പലാക്കി കളയും. അപ്പോൾ അതേപോലത്തെ ദേഷ്യമുള്ള ആളാണ്. ദേഷ്യമല്ല, ഞാൻ തിരിഞ്ഞു കഴിഞ്ഞാൽ അതാണ് സ്നേഹിച്ചു കഴിഞ്ഞാൽ നക്കി, ഇവന്റെ പഴയ ചൊല്ലില്ല, സ്നേഹിച്ച നക്കിക്കൊല്ലും അല്ലെങ്കിൽ കടിച്ചു കൊല്ലും എന്ന് പറയുന്ന പോലത്തെ അതുപോലെയല്ല. അപ്പം അതുപോലെയല്ല. പക്ഷെ ഹനുമാന്റെ സ്വഭാവം എന്ന് വെച്ചാൽ അങ്ങേയറ്റം നമ്മൾ മുദ്രാമോദനം വീണ്ടെടുക്കാനായിട്ട് രാമൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് താണ്ടും ലങ്ക താണ്ടും അവിടെ പോയി മുദ്രാമോദനം വീണ്ടെടുത്ത് പക്ഷേ കൊണ്ടല്ലേ മിഥിലാപുരികൾ കത്തിച്ചാമ്പലാവും. ദേഷ്യം വന്നു കഴിഞ്ഞാൽ കത്തിച്ച് കളയുന്നുള്ള രാവണനെ കുറിച്ച് നല്ല അഭിപ്രായമൊക്കെ പറയുന്നുണ്ടെങ്കിൽ എന്തുവാണെങ്കിലും ഇത്തരത്തിലുള്ള രാവണത്തെ സ്വഭാവമുള്ളവരുടെ കോട്ടകൾ കത്തിച്ച് ചാമ്പലായി കളയും. അങ്ങനെയുള്ള സ്വഭാവമുള്ളവർ അവരൊന്നും അല്ല, അവരുടെ ഊച്ചാളികളുടെ ഊച്ചാളികളുടെ റെപ്രസെന്റേറ്റീവ്സ് ആയിരുന്നു ചില ഊച്ചാളികൾ. ഇപ്പം അവിടെ എക്സൈസിലെ ഒരു കുഞ്ഞു പോലും എന്റെ അടുത്ത്, അപ്പൊ ചിലരൊക്കെ ഇങ്ങനെ ഞാൻ കുറച്ച് ഏജാന്നൊക്കെ മനസ്സിലാക്കി മാമ അപ്പൂപ്പ എന്നൊക്കെ പറഞ്ഞിട്ട് അവരൊക്കെ എന്തുമാത്രം സ്നേഹമാണെന്നറിയോ. അത് വെച്ചാൽ നമുക്ക് യുവത്വം തൊഴുമ്പുന്ന സിനിമകൾ കാണുമ്പോൾ നമുക്ക് യുവത്വം വീണ്ടെടുക്കാനുള്ള അവസരം ഉണ്ടാക്കുന്നത്. ഇത് ചിലർ മനസ്സിലാക്കാതെ അവർ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ നോക്കി ചെയ്തിട്ട് അവരങ്ങോട്ട് പോകുന്നു, ഇവരിങ്ങോട്ട് പോകുന്നു. അതെന്താ അങ്ങനെ, ഇതെന്താ ഇങ്ങനെ എന്ന് പറഞ്ഞ് നെഗറ്റിവിറ്റി പറയുന്ന കുറെ ആൾക്കാർ അപൂർവമാണ്. 95% പാർട്ടിസിപ്പേറ്റ്സ് ആണ് നല്ല ആൾക്കാരാണ്. പക്ഷെ അത് മതിയല്ലോ, നഞ്ചതിന് നന്നായി എന്ന് പറയുന്ന പോലത്തെ വൃത്തികെട്ടവന്മാർ അതിനകത്ത് കയറിയിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് എനിക്ക് സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ മീഡിയ പാസ് കിട്ടി നന്നായിട്ട് റിപ്പോർട്ട് ചെയ്യണം. അത് നമ്മൾ റിപ്പോർട്ടിംഗ് വെച്ച് നമ്മൾ ഇലോബറേറ്റ് ആയിട്ട് ടീമൊന്നുമല്ല, നമ്മൾ വലിയ ടീമൊന്നുമല്ല. എന്റെ പിന്നെ മീഡിയ ഫീസ് കേരളയിലെ അതിന്റെ ചീഫ് എഡിറ്ററും പിന്നെ വേറെ നിശാന്ത് തോപ്പിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറുപ്പക്കാരുടെ കൂടെ ചേർന്നിട്ടാണ് നടത്തുന്നത്. 2 പെൺകുട്ടികളൊക്കെ പുള്ളിയുടെ ബന്ധുക്കളാണ്. കാല് പിടിച്ചിട്ട് എഡിറ്റ് ചെയ്യാനൊക്കെ ഇരുന്നത്, കാലെ കൈ പിടിച്ച് അത് വെച്ച് ബന്ധുക്കളായോണ്ട് അങ്ങനെ പുള്ളി രാവിലെ ലാപ്ടോപ്പ് എടുത്തുകൊണ്ടിരിക്കും, ക്യാമറ എടുത്തുകൊണ്ടിരിക്കും, ലോകം മുഴുവൻ ഇറങ്ങിയിട്ടൊക്കെയാണ് വടക്കുന്നുള്ള റിപ്പോർട്ടുകൾ. അപ്പൊ ഇവിടെ നിന്നുള്ള തിരുവനന്തപുരത്തുള്ള സാംസ്കാരികമായിട്ട് റിപ്പോർട്ടുകൾ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോഴേ ആദ്യം പുള്ളിയുടെ പേര് ദിവാരൻ ചോമ്പോലിതാണ്. ദിവാരേട്ടൻ പറഞ്ഞു ഹരി വേണ്ടാത്ത കാര്യങ്ങളൊന്നും എഴുതി അയക്കില്ല, ഞാൻ ഇടത്തില്ല, പിന്നെ വഴക്കുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സംഘർഷം ഉണ്ടെങ്കിൽ ഹരി അവിടെ തീർത്തോളം അതൊന്നും തീർക്കാനുള്ള നമ്മൾ സാംസ്കാരികമായിട്ട് റിപ്പോർട്ടിങ് എന്തെങ്കിലും പോസിറ്റീവായിട്ടുണ്ട്, ഭരണകൂടത്തിന്റെ പോസിറ്റീവായിട്ടുള്ള വശങ്ങൾ, സംസ്കാരത്തിന്റെ പോസിറ്റീവ് വശം. അല്ലെങ്കിൽ വഴക്കുകളൊക്കെ ഹരി വേറെ ചാനലൊക്കെ കാണാൻ അതൊക്കെ എഴുതി തീർത്തുവോ അല്ലെങ്കിൽ നേരിട്ട് ഫേസ്ബുക്കിൽ പറയുകയോ ചെയ്തോളാം പറഞ്ഞു. ശരി, അങ്ങനെ ചെയ്തു. അപ്പൊ ഞാൻ അങ്ങനെ പ്രതിജ്ഞ എടുത്തോണ്ട് ഒരു വിധത്തിലുള്ള മോശപ്പെട്ട വാക്കുകൾ പറയരുത്, വിളക്ക് കൊളുത്തി എന്റെ ധർമ്മപത്നിയുടെ തല തൊട്ട് സത്യം ചെയ്തിട്ടാണ് ഞാൻ പോകുന്നത്. പിന്നെ ഒരു കാരണവശാലും ആരും ഒഴിച്ചു വന്നാലും ഒരു തുള്ളി മദ്യം പോലും കഴിക്കലെന്നാണ് പറയുന്നത്. സ്ത്രീകളുടെ അടുത്ത് വളരെ അന്തസ്സായിട്ട് തമാശകൾ പോലും പറയല്. കാര്യം സാധാരണ സുന്ദരികൾ തൊട്ട് സർപ്പന്റെ ഡ്യൂട്ടീസ് വരെ അവിടെ വരും, സിനിമയാണല്ലോ. അപ്പൊ അവരെയൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് ഒഴിപ്പിലൊന്നും പാടില്ല. അങ്ങനെയുള്ള രീതിയിലാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പൊ നല്ല അന്തസ്സായിട്ട് പെരുമാറുന്നില്ല. ഇപ്പൊ ഞാനിപ്പോ ദീർഘമായിട്ട് പറയാതെ വെച്ചാൽ ഇപ്പൊ ഒന്ന് അതിന്റെ പശ്ചാത്തലം പറഞ്ഞതിന് ശേഷം മാത്രമേ ഇത് പൂർണ്ണമായിട്ട് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇതിന്റെ പഴയ കഥ പോലെ പിന്നെ പശുവിനെ കറന്ന് ഏറ്റവും അവസാനം പശുവിനെ കൊണ്ട് തെങ്ങി കിട്ടുമെന്ന് പറയുന്ന പോലത്തെ കുറച്ച് കറക്കിയാലേ ഇത് കാര്യം പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം ആരംഭിച്ചെടുത്ത് തന്നെ തുടങ്ങാം. മീഡിയ പാസ് കിട്ടി നല്ല സിനിമകൾ കണ്ടുപോകണമെങ്കിൽ എല്ലാവരുമായിട്ട് വന്നു ഹരിച്ചേട്ടാ ഇരിച്ചേട്ടാ എന്ന് പറയും, ഭയങ്കര കെട്ടിപ്പിടുത്ത ഉമ്മവെപ്പ്, മറ്റേ പിടിച്ചോണ്ട് പോയി സ്മോൾ തരും, മറ്റേ തരാമെന്ന് പറയും, മറ്റൊന്ന് പറയും. ഒരു സ്വല്പം
പക്ഷേ എക്സൈസ് നമ്മളെല്ലാം കൊടുത്തെങ്കിലും അവരുടെ ടീനേജിൽ നമ്മൾ ടീനേജിൽ അതൊക്കെ കാണിച്ചിട്ടുണ്ട്. നമ്മൾ ടീനേജിലെല്ലാം അത്യാവശ്യം വന്നത് ഇപ്പോഴും 50% ഊർജ്ജവുമാണ്, 50% അലുപ്പവുമാണ്. പക്ഷെ അത് കാണിക്കാനുള്ള സ്ഥലമല്ല ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. അത് കാണിക്കാനായിട്ട് പിന്നെ കാണിക്കാനായിട്ട് കാണിക്കണം, വീട്ടിൽ കാണിക്കണം, അല്ലെങ്കിൽ നല്ല റൂം ബുക്ക് ചെയ്ത് പിന്നെ അത് താല്പര്യമില്ല, അഥവാ കാണിക്കണം എന്നുള്ള കാര്യം പറഞ്ഞത് അങ്ങനെയൊക്കെ വളരെ കാണിച്ചാൽ കുഴപ്പമില്ല. ഇപ്പൊ ബിൽസർ പാലസ് ഹോട്ടലിൽ പോയിട്ട് റൂം ബുക്ക് ചെയ്ത് അവിടെ അതേസമയം ബിൽസർ പാലസ് പോയിട്ട് ഹോട്ടലിൽ പോയിട്ട് 2 റൂം ബുക്ക് ചെയ്ത് പരമ അലമ്പായിട്ട് പാട്ടും കൂത്തും ആയിട്ട് തെറിയും പറഞ്ഞാൽ കുഴപ്പമില്ല. അതുപോലെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ വന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് വന്നു കഴിഞ്ഞ് അഭ്യാസം കാണിച്ച് എന്ത് ചെയ്യാൻ പറ്റും? പക്ഷെ അവർ കൈവയ്ക്കാത്ത കാര്യം വെച്ചാൽ അങ്ങനെ കൈവയ്ക്കാണെങ്കിൽ കൈവയ്ക്കാനായിട്ടുള്ള ആൾക്കാരെ അവരകത്തുള്ളൂ. കാര്യം അവർക്ക് സിനിമ കാണുമെന്നുള്ളതല്ല. ആയിക്കോട്ടെ, ഉത്സവമാകുമ്പോഴത്തേക്കും മദ്യപിച്ചോണ്ട് ഉത്സവത്തിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഉത്സവത്തിന്റെ ആൾക്കാരൊക്കെ മദ്യപിച്ചോണ്ട് വരും. പിന്നെ അതിനകത്ത് കഞ്ചാവ് അടിക്കുന്നവർ കാണും, പൊടി അടിക്കുന്നവർ കാണും, അത്യാവശ്യ പെണ്ണുങ്ങളൊക്കെ തോണ്ടുന്നവർ കാണും, പിന്നെ ചാണകൾ കാണും. ചാണകൾ എന്ന് പറഞ്ഞാൽ പ്രോസ്റ്റിറ്റ്യൂട്ട്സ് കാണും. എല്ലാവരും ഉത്സവത്തിൽ കാണുമല്ലോ. അപ്പൊ അവരെയൊക്കെ ജ്ഞാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന പോലെ ഏകഭാവത്തെ കണ്ടിട്ട് കാരുണ്യപൂർവ്വമാണ് ഈ അജോയും പിന്നെ അതുപോലെ രഞ്ജിത്തും അതുപോലെ സംഘാടകരും എല്ലാം കണക്കാക്കുന്നത്, വോളണ്ടിയേഴ്സും എല്ലാം കണക്കാക്കുന്നത്. പക്ഷെ തുടക്കം മുതൽ തന്നെ അവിടെ എന്നെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടായി. അത് ചില പരിസ്ഥിതികളൊക്കെയാണ് പുറത്തുള്ള ചില വെച്ചിട്ടുള്ള കാര്യങ്ങൾ ജലസി പല എലിമെന്റ്സ് വരും. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നെ ടാർഗറ്റ് ചെയ്തിട്ട് ഇങ്ങനെ മാന്തി വിടാൻ കാരണം എന്ന് വെച്ചാൽ ജലസി കൊണ്ടാണെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ജലസി കൊണ്ടല്ല, പിന്നെ മനസ്സിലായി ഒരു കൃത്യ കൊട്ടേഷൻ വേണം. കൃത്യ കൊട്ടേഷൻ നമുക്ക് കൊട്ടേഷൻ ഒത്തിരിയല്ല, നമ്മൾ കൊട്ടേഷൻ അത് കൊടുത്തിട്ടില്ല. പക്ഷെ കൊട്ടേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് തീർത്ത് പമ്പ കടത്തി വിടുക എന്ന് പറഞ്ഞ പരിപാടിയുണ്ട്. പമ്പ കടത്തി വിടുന്ന രീതിയിലാണ് അത് തീർത്ത് കൊടുക്കും. പിന്നെ അല്ലെങ്കിൽ കൊട്ടേഷൻ നമുക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ പേടിച്ചിട്ട് വരും, അത് അങ്ങനെയാണല്ലോ ഇങ്ങനെയാണല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൻ എവിടെയെങ്കിലും വെച്ച് പിന്നെ ആക്രമിക്കും. അതുകൊണ്ട് കൊട്ടേഷൻ വന്നു കഴിഞ്ഞാൽ ആന്റി കൊട്ടേഷൻ കൊടുത്ത് പമ്പ കടത്തി വിടുക എന്ന് പറയുന്ന പരിപാടിയാണ്. അയ്യോ, എന്നിട്ട് അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. എല്ലാം കൂടെ വന്ന് ചർമ്മിത ചർമ്മണവും ഇത് കേട്ടോണ്ടിരിക്കുന്നവർക്ക് ഒരു ബോറുമാവും. ഭയങ്കരമായിട്ട് മോശപ്പെട്ട പെരുമാറ്റങ്ങൾ ചില പാർട്ടികൾ. നമ്മളിപ്പോൾ ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ ഉദാഹരണത്തിന് പിന്നെ ജോൺ മുണ്ടക്കയത്തിന് എടുത്ത ഒരു പത്രപ്രവർത്തന എക്സ്പീരിയൻസ് പറയുമ്പോൾ ഏതെങ്കിലും അവിടെ തന്നെ പെപ്പർ ചാനൽ എന്ന് പറയുന്നത് ഏതെങ്കിലും ടൂക്കിൽ ഒരു കാര്യം പറയാം, അതൊന്നും അങ്ങനെ പറഞ്ഞത് അത് പറയാൻ പാടില്ല. അപ്പൊ നമ്മൾ പറയും നമ്മൾ സംസാരിക്കില്ല, അത് ഇവിടെ സംസാരിക്കാനുള്ള സ്ഥലമല്ല. അപ്പൊ ഇതിന്റെ നാഷിന്റെ സ്ഥലമാണോ ഇതൊക്കെ? ഫെസ്റ്റിവൽ പൊളിറ്റിക്സ് വെച്ച് നമ്മൾ അശ്ലീലം പറയാൻ പാടില്ല, സ്ത്രീകളെ മോശപ്പെട്ട രീതി പറയാൻ പാടില്ല, സ്ത്രീകളെ കമന്റ് അടിക്കാൻ പാടില്ല, സ്ത്രീകളുടെ ദേഹത്ത് കൈവയ്ക്കാൻ പാടില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രോട്ടോകോളുകളിലൊക്കെ പാലിച്ചുകൊണ്ട് നമ്മൾ എന്തെല്ലാം പറയുന്നു അതിനകത്തെല്ലാം കയറി ഇടപെടുക. അപ്പൊ ഞാനെന്ന് പറഞ്ഞാൽ പറഞ്ഞു തുടങ്ങി കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, അന്തവും കുന്തവും ഇല്ലാത്ത രീതിയിൽ പച്ചയ്ക്ക് കാര്യങ്ങൾ യാഥാർത്ഥ്യങ്ങൾ പറയും. അപ്പൊ ഫ്രാങ്കായിട്ട് പറയുന്നവരെ പലർക്കും ഇഷ്ടപ്പെടത്തില്ല. അതൊന്നുമല്ല കാര്യങ്ങൾ, അതെല്ലാം നമ്മൾ ക്ഷമിച്ചു വിട്ടു. അതൊക്കെ ഓരോരുത്തർ പറയുകയും അങ്ങനെ ചിലപ്പോൾ പലവത്തിലും ഉണ്ടാവുകയും ചെയ്യും. ഏറ്റവും തുടക്കം എന്ന് പറഞ്ഞാൽ ദീർഘമായിട്ട് പറയാമെങ്കിൽ ഇതിന്റെ പിന്നെ പറയാൻ നിവൃത്തിയില്ല. കാര്യം വെച്ചാൽ ഒരാഴ്ചയുള്ള ഒരു ഫിലിം ഫെസ്റ്റിവലിന്റെ ഒരു മാധ്യമപ്രവർത്തകർ നേരിട്ട അനുഭവങ്ങളാണ് പറയേണ്ടത്. അപ്പൊ അത് ചുരുക്കി 2 വാക്കിലൊന്നും പറയാൻ പറ്റത്തില്ല. എല്ലാം പിന്നെ യൂട്യൂബിലെല്ലാം 10 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 20 മിനിറ്റ് ആയിരിക്കും, ചിലപ്പോൾ അരമണിക്കൂർ ആയിരിക്കും. അത് ഉദ്ഘാടന ദിവസം ഏറ്റവും മനോഹരമായിട്ടുള്ള കാര്യങ്ങളാണ്. നല്ല മ്യൂസിക് എല്ലാം ഉണ്ട്. പിന്നെ അപ്പോൾ അപ്പോഴേ കാലിൻ്റെതിന്റെ വിയോഗം. അപ്പോൾ അത് കാരണം കടത്തിൽ ഇതൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നവരെ സമ്മതിച്ചു കൊടുക്കണം. കടത്തിൽ അപ്പം എപ്പോഴും എന്ന് വെച്ചാൽ ചലച്ചിത്രോത്സവങ്ങൾ സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുക്കുക. ഇപ്പൊ തന്നെ സൈതാമൃത്തിന് വരുന്നു, കുക്കു പരമേശ്വരൻ വരുന്നു. പൊതുവെ ആൾക്കാരെ ചിലരൊക്കെ പറയുന്നത് വെച്ചാൽ പ്രത്യേകിച്ച് MABB ഒക്കെ പറയാറുണ്ട്, സ്ത്രീകളെ നമ്മളൊരിടത്തും അടുപ്പിക്കുന്നില്ല. അത് ശരിയാണ്, പാർട്ടിയിൽ അങ്ങനെ സ്ത്രീകൾക്ക് വലിയ പ്രാധാന്യം കിട്ടി കാരണം സ്ത്രീകൾ ഷൈ ആയിട്ട് കൊണ്ടായിരിക്കും. പക്ഷേ ചലച്ചിത്രോത്സവത്തിൽ സ്ത്രീ പുരുഷ ഭേദമന്യേ യുവത്വം എന്ന് പറഞ്ഞാൽ യുവത്വത്തിന് പ്രായപരിധിയില്ല. യുവത്വത്തിന് ദർ ഇസ് നോ ഏജ് ഫോർ ഏജോ അല്ലെങ്കിൽ നമ്പർ ഫോർ ഏജ് ജസ്റ്റ് നമ്പർ എന്ന് പറയുന്ന പോലെ 60 ആയാലും 90 ആയാലും എങ്ങായിട്ടിരിക്കാൻ പറ്റും. മനസ്സിൽ എങ്ങായിട്ടിരുന്നവർക്ക് മാത്രമേ സിനിമ കാണാൻ പറ്റുള്ളൂ. അല്ലാത്തവർക്ക് പോയിട്ട് ഏതെങ്കിലും പോയി ചാക്കാറ് കൂത്തോ അല്ലെങ്കിൽ ഇത് തുറങ്ങാൻ പറ്റുന്ന കഥകളിയോ എല്ലാം കാണാൻ പറ്റും. കളവന്മാർക്ക് അത് മോശമല്ല, അങ്ങനെ വിശ്രമിക്കുന്നവർക്ക്. ഇപ്പൊ ഇവർക്ക് ഇവിടെ വന്ന് വിശ്രമിക്കുകയും വേണം, ഇത് കാണുകയും വേണം, ഇതിനെ കുറ്റം പറയുകയും ചെയ്യുന്നത് അങ്ങനെ കുറെ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ കാടുകാർ പറയുകയല്ല, പോയിലേക്ക് വരാം. ഇനിയിപ്പോ ഇത്രയും ഞാനൊരു എലോബറേറ്റ് ആയിട്ട് പറഞ്ഞിട്ട് ഇനി ഞാൻ നടന്ന സംഭവങ്ങൾ അക്ഷരാർത്ഥത്തിൽ എന്താ നടന്നതെന്നുള്ള കാര്യം പറഞ്ഞുതരാം. അപ്പൊ നടന്നെന്ന് വെച്ചാൽ ഇതിന് സംഘാടകർക്ക് കുറ്റമില്ല, ഗവൺമെന്റിന് കുറ്റമില്ല. ഏത് കാര്യങ്ങളിലും ആന്റി സോഷ്യൽ സാമൂഹ്യ വിരുദ്ധന്മാർ എവിടെയും നന്മയുടെയും കലയുടെയും ലോകത്ത് ഇടിച്ചു കയറുമെന്നുള്ളതിന് ഏറ്റവും വലിയ ദൃഷ്ടാന്തമായിട്ട് 2028
ഇത് പലർക്കും നേരിട്ട് കാണുമായിരിക്കും. പക്ഷെ പലരുമൊക്കെ പോട്ടെ, പലരുമൊക്കെ ക്ഷമാവണമുണ്ട്. നമ്മൾ തെമ്മാടിത്തരം കാണിക്കുകയും ചെയ്യുന്നവരെ ക്ഷമിച്ചു കഴിഞ്ഞാൽ അവൻ വീണ്ടും നാളെ ഇറങ്ങി തെമ്മാടിത്തരം കാണിക്കുന്നത്. തെമ്മാടിത്തരം കാണിക്കുന്നതിനെ നിയമപരമായിട്ട് നേരിടുക, അല്ലാതെ സാംസ്കാരിക രംഗത്താണ് സാംസ്കാരികമായിട്ട് നേരിടുക, അല്ലെങ്കിൽ ലോക്കലായിട്ട് അടിച്ച് കന്നക്കുറ്റി പൊട്ടിക്കുക എന്നുള്ള രീതി ചെയ്യാവുന്നതാണ്. അങ്ങനെ പല രീതിയിൽ നേരിടാൻ പറ്റും. പക്ഷേ ഫെസ്റ്റിവൽ വെച്ച് നമുക്ക് നമ്മൾ ഒരുത്തരെ കന്നക്കുറ്റി നോക്കി പൊട്ടിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെ തിരിഞ്ഞ് അവൻ ചത്തുപോയാൽ അവസാനം രഞ്ജിത്ത് ഉത്തരം പറയേണ്ടി വരത്തില്ലേ? അപ്പോൾ അറിയേണ്ടി വരത്തില്ലേ? കൊട്ടേഷൻ ടീമുകളൊക്കെ അതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ അവരുമായിട്ടൊക്കെ നമ്മൾ ഹായ് എന്തുകൊണ്ട് ഇപ്പോൾ എങ്ങനെ കൊട്ടേഷൻ കിട്ടും അങ്ങനെ പറയുകയൊക്കെ ചെയ്ത് അദ്ദേഹിക്കുന്നവരുണ്ട്. നമ്മളതിൽ നിന്ന് പോയിരുന്നാൽ മതിയല്ലോ. ഫസ്റ്റ് ഇനോഗ്രേഷൻ സംഭവത്തിന്റെ അതിനകത്ത് പിന്നെ സ്പിരിച്വൽ സിനിമ എന്ന് പറയുന്നത് ഒരു അന്നത്തെ അവരുടെ വേഷം എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ഇവിടുത്തെ ജനമ്പ് രോഗികൾക്ക് പ്രൊവോക്കേഷൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള വേഷമായിരുന്നു. അത് കരുതി ഇപ്പൊ പൊതുവെ അങ്ങനെ ആയപ്പോഴത്തെ പ്രത്യേകിച്ച് ഒരു ബ്ലാക്ക് ആവുന്നത്. അപ്പൊ ഞാനിത് സ്ഥിരമായിട്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ വേഷം ധരിക്കുന്നത് അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്, അവർ ധരിച്ചോട്ടെ. പക്ഷെ ഒലിപ്പിച്ചത് കണ്ടുകൊണ്ട് കുറെ പേര് പുരുഷാരം ഇരിക്കുന്നു. പിന്നെ ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രിയുടെ സന്ദേശമുണ്ട്, സഹിച്ചിന്റെ സന്ദേശമുണ്ട്, ടി വി ചന്ദ്രൻ, അങ്ങനെ സമസ്തമായിട്ട് ശ്യാമപ്രസാദ്, അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ എനിക്കുണ്ടായ ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റ് ഡേ തൊട്ട് തന്നെ എനിക്ക് എന്റെ ഒരു പിന്നെ കവിതാ സമാഹാരം കൊല്ലത്തെ സുജിതി പബ്ലിക്കേഷൻ പച്ച മലയാളത്തിന്റെ അവരെ ആമി എന്ന പേരുള്ള ഒരു ഉമ്മ, അത് മാനവീയ ഭീതിയായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു കവിതകളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ശരിക്കും സെലിബ്രിറ്റീസിനെയൊക്കെ വീട്ടിൽ പോയി കാണുന്നതിന് പകരം ഓരോരുത്തരെയും കൊടുത്ത് അവരെയൊക്കെ കൊടുത്തിട്ട് അതിന്റെ കവർ ചെയ്ത ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഇടുക, അങ്ങനെയൊക്കെ ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ. ഇതൊക്കെ അവസരങ്ങളിൽ ഈ സുവർണാവസരം ആരുണ്ടാക്കി തന്നു? നമ്മുടെ ഗവൺമെന്റ് ഉണ്ടാക്കി. ഇടതുപക്ഷ ഗവൺമെന്റ് സജിച്ചതിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഇടതുപക്ഷ സാംസ്കാരിക പ്രവർത്തകരായുള്ള സാംസ്കാരിക എഡ്യൂക്കേഷൻ എന്നുള്ള ക്രിയേഷനാണ് ഈ സംഭവം ഉണ്ടായത്. ഏത് കേരളീയം പോലെയോ അല്ലെങ്കിൽ നവകേരള സഭ പോലെയും, നവകേരള സഭയും കേരളത്തിലെ കല, നവകേരള സഭയും രാഷ്ട്രീയം, ഇതാണെങ്കിൽ ചലച്ചിത്രം, ഇത് ഭയങ്കര സൂപ്പറായിട്ടുള്ള കല. സിനിമ കാണുമ്പോൾ നമ്മുടെ ഹൃദയവികാസം ഉണ്ടാവും, നമ്മൾ യുദ്ധത്തിലേക്ക് പോകും. അതുകൊണ്ട് പല അസുഖങ്ങളും മാറും. പിന്നെ വേറൊരു കാര്യം വെച്ചാൽ അത് കുറച്ചൊരു തമാശയുള്ള കാര്യമാണ്. ഒരാഴ്ച ഒരു പുരുഷനെ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് മാറി വയ്ക്കും കഴിഞ്ഞാൽ അത്രയും ശല്യം വീട്ടിലുണ്ടാവത്തില്ല. അങ്ങനെയുള്ളൊരു സ്വസ്ഥത ഉണ്ടാവും. ആ വീട്ടുകാർക്ക് ഒരു സൗമ്യത ഉണ്ടാവും. തിരിച്ചു വരുമ്പോഴത്തേക്കും കുറച്ചൊരു നോസ്റ്റാൾജിയ ഉണ്ടാവും. പിന്നെ ആ ദാമ്പത്യ ബന്ധം തരക്കിട്ട് ഉറപ്പിക്കാൻ പറ്റും. കാര്യം ഒരാഴ്ചയായിട്ട് ബോർഡിലില്ലല്ലോ. അപ്പോൾ ഇത് കാണാനായിട്ട് പോകുമ്പോഴത്തേക്ക് തിരിച്ചു വരുമ്പോഴത്തേക്കും കുറച്ചുകൂടെ സ്നേഹബന്ധമൊക്കെ കൂടെ പ്രണയബന്ധം ഒന്നുകൂടെ തരക്കുകയൊക്കെ ചെയ്യും. അങ്ങനെയുള്ള ഗുണങ്ങൾ. ഇനി ഞാൻ പോയില്ലേക്ക് വരാം, ദൈവം ക്ഷമിക്കണം എന്ന് വെച്ചാൽ ഞാൻ കുറച്ച് കാട് കയറി പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. ഫസ്റ്റ് ഡേ ഇനോഗ്രേഷന്റെ എല്ലാം നല്ല ഇതായിട്ട് കട വന്നപ്പോൾ കാനരായന്റെ ഒരു ആകസ്മിക നിര്യാണം വന്നു. അപ്പോൾ മ്യൂസിക് പ്രോഗ്രാം അപ്പം നിർത്തിയിട്ട് പ്രോഗ്രാമിൽ കടന്നപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞല്ലോ ഒരു ആഫ്രിക്കൻ സുന്ദരിയാണ് സ്പിരിച്വൽ സിനിമ കിട്ടിയിട്ടുള്ളത്. പേര് പെട്ടെന്ന് കിട്ടുന്നില്ല. അവരെ പിന്നെ എന്റെ പുസ്തകം പ്രകാശിപ്പിക്കുകയും ചെയ്തു. നല്ല മിടിക്കും എന്ന് വെച്ചാൽ മിടുക്കി സംസാരിക്കാനോ പ്രസംഗിക്കാനായിട്ടോ അവരെന്തുമാത്രം മിടിക്കുകയായിരിക്കും സിനിമ സംവിധാനം ചെയ്യുന്ന പറഞ്ഞാൽ. എന്തൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇംഗ്ലീഷിലെ അവരുടെ പ്രസംഗം എന്ന് വെച്ചാൽ മനോഹരമായിട്ടുള്ള പ്രസംഗം. അപ്പോൾ ആ പ്രസംഗം കിട്ടി ഞാൻ ആപ്പാടെ കോരി തിരിച്ചു പോയി. കാര്യം ഇവിടെ നിന്നും ആരും അങ്ങനെ പറയത്തില്ല. എന്ന് വെച്ചാൽ നമ്മുടെ സാംസ്കാരിക വകുപ്പ് സെക്രട്ടറി, പിന്നെ നമ്മുടെ പേര് പറഞ്ഞു സെക്രട്ടറി വനിത, അവരും മറ്റേ IFS ആയിട്ട് ഡെപ്യൂട്ടി സാംസ്കാരിക വകുപ്പിന്റെ ഡെപ്യൂട്ടി ഡയറക്ടറും സെക്രട്ടറി, മറ്റവരുടെ പേര് എനിക്ക് ആശാന്ന് തോന്നുന്നു, മറ്റത് പേര് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. ഏതായാലും അവരുടെ പുസ്തകങ്ങളും മനോഹരം. എല്ലാ പുസ്തകങ്ങളും രഞ്ജിത്തും എല്ലാവരും തന്നെ അബ്രിജിലായിട്ട് സഭയെ അറിഞ്ഞ് പേശി കൃത്യമായിട്ട് പറഞ്ഞു. ഇതാ പറയേണ്ട കാര്യങ്ങൾ രഞ്ജിത്ത് ഉൾപ്പെടെ പറഞ്ഞു. രഞ്ജിത്തിനൊക്കെ ചിലപ്പോൾ കൂവിയ പ്രൊവക്കേഷൻ ഒക്കെ ഉണ്ടാകുന്ന എല്ലാ പ്രൊവക്കേഷൻ മാറ്റിയിട്ട് ശാന്തസുന്ദര കാര്യം, പ്രത്യേകിച്ച് ഒരു ഇടതുപക്ഷത്തിൽപ്പെട്ട അല്ല ഒരു CPI ഒരു പ്രധാനപ്പെട്ട നേതാവിന്റെ ദേവയോഗത്തിൽ ഇരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും തന്നെ നല്ല അച്ചടക്കത്തോടുകൂടി പ്രസംഗവും എല്ലാം നടന്ന്. അപ്പോൾ ഞാൻ എന്റെ സെക്കൻഡ് റോയിൽ ഗസ്റ്റുകളുടെ കൊടുത്ത് ഞാൻ എന്റെ ഫ്രണ്ടിൽ ഭാഗ്യലക്ഷ്മി അങ്ങനെ ശിവപ്രസാദായിരിക്കുന്നു. എല്ലാവർക്കും പുസ്തകം കൊടുത്ത് ഞാൻ ഹാപ്പി കൂടും. അപ്പോൾ അടിച്ചു പൊളിക്കാൻ ഈ ഫെസ്റ്റിവൽ ഭയങ്കര ദൈവാനുഗ്രഹമാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും അപ്പൊ എന്റെ അടുത്ത് രണ്ട് കുട്ടികൾ, ഒരു കപ്പിള് ഒരു കുട്ടിയും അവരുടെ കൂടെ ഒരു പുരുഷനുകളെ വന്നിരുന്നു. അപ്പൊ ഞാൻ എന്റെ ബാഗ് വെച്ചിരിക്കും, ബാഗ് മാറ്റി കൊടുത്ത് അവർ രീതിയിൽ മുളവ എവിടെ താമസിക്കുന്നത് എന്റെ അടുത്ത് എവിടെ നിന്ന് പറഞ്ഞു ഓർക്കുന്നില്ല. പക്ഷെ ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ബാക്കിലോട്ട് നോക്കി കലാലഞ്ചാരുടെ അടുത്ത് പറഞ്ഞു. കലാലഞ്ചാരുടെ ബാക്കി ഇരിക്കുവാണ്. കലാലഞ്ചാരുടെ അടുത്ത് പറഞ്ഞു, ചേട്ടൻ നമുക്കടുത്തൊരു ആഫ്രിക്കൻ സിനിമ എടുക്കണം കേട്ടോ, ഒരു കെരിയക്കാരിയാണ്, കെരിയ സിനിമ എടുക്കണം, ഇത്രേ പറഞ്ഞോളൂ. അത് കഴിഞ്ഞതും എല്ലാവരും പോയി. ഇവരൊക്കെ നേരത്തെ തിരക്ക് വെക്കാനും കുറച്ച് പ്രായമൊക്കെ ആയാലും ഭാഗ്യലക്ഷ്മി എല്ലാവരും പോയി. ഫസ്റ്റ് പിന്നെ ഏത് സിനിമ, ഫസ്റ്റ് ഇനോഗ്രൽ സിനിമ, പെട്ടെന്ന് പേര് കിട്ടും നോക്കിയാൽ മനസ്സിലാവും, ഓർമ്മ നല്ല ഒന്നാമത്തെ സിനിമ. ആ സിനിമ തുടങ്ങാറായപ്പോഴത്തേക്കും എന്റെ അടുത്തിരിക്കുന്ന ആ കുട്ടി പറയുകയാണ്, ഞാൻ തിരിച്ച് മോളെ ദിവി എന്റെ മോടെ പ്രായമല്ലേ, പിന്നെ ഞാനെന്ത് ഒന്നാമത് എന്റെ അങ്കിളെന്തോ ഒന്ന് വിളിക്കുന്നത് ചേട്ടനെന്തോ, അല്ലെങ്കിൽ ഞാനെന്തോ മോളെ. ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു വാക്കേ ഞാൻ ഉപയോഗിച്ചില്ല. അല്ലല്ല താൻ വലിയ ഉടായ്പെടുക്കല്ലേ,
അപ്പൊ ഞാൻ ചോദിച്ചു, മോളെ ഇപ്പം ഈ മേളയൊക്കെ നമ്മൾ നടത്തുന്ന മേളയല്ലേ, തന്നെ പോലുള്ള അലവരാതികൾ നടത്തിയ മേള എങ്ങനെ ഇരിക്കുമെന്ന്. മോടെ പ്രായമുള്ള ഒരു കുട്ടി പറയുകയാണ്. ഞാൻ പറഞ്ഞു ശരി മോളെ, അങ്ങനെ ഇനിയിപ്പോ അങ്ങനെ ശ്രദ്ധിച്ചോളോ, തന്റെ കരിയോലോചിച്ചു. ശരി. അപ്പൊ ഞാൻ ഉപയോഗിച്ചില്ല, ഞങ്ങൾ കരിയ സിനിമ ഞങ്ങൾ പുരുഷന്മാരെ പറയുന്ന സൗഹൃദം പറഞ്ഞു അങ്ങനെ ശ്രദ്ധിച്ചോളാം. ചിലക്കത് ഞാൻ പറഞ്ഞിട്ടില്ല, അതോ പറഞ്ഞ് ക്ഷമിക്കണമെന്ന് പറഞ്ഞു. ക്ഷമയൊന്നും വേണ്ട, ഉടായി പോടും. അപ്പൊ ആ പോടോ മറ്റേ ഡാഷ്, അവിടുന്ന് ഡാഷ് വിളി തുടങ്ങിയ രേ ആണ് പ്രധാനപ്പെട്ട. രേ അറിയാമല്ലോ, ഡാഷ് രേ എന്ന് പറഞ്ഞിട്ടാണ് കാച്ചുന്നത്. അത് എല്ലാവർക്കും ഉണ്ട്, പ്രായഭേദമന്യേ. അങ്ങനെ ഡാഷ് രേ പൂ മോ മോ താ യോ ഇത്തരം പദങ്ങൾ ഉപയോഗിക്കുന്ന കുറെ സംഘങ്ങൾ അതിനകത്ത് കയറിയിട്ടുണ്ട്. അപ്പൊ അവർക്ക് അവരുടെ വീട്ടിൽ അവരെ വിളിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ വീട്ടിൽ അവർ ആ വിളി കേട്ടിട്ട് വരുന്നവരായിരിക്കും. എനിക്കറിയത്തില്ല ഇങ്ങനെ പറയുന്നത്. നമ്മളൊക്കെ അത്യാവശ്യം ചിലപ്പോൾ ഡാഷ് പോരുന്നോ ഡാഷ് പോകണമെന്നൊക്കെ ഇങ്ങനെ എന്തെങ്കിലും റെഫർ ചെയ്യാനോ എന്തെങ്കിലും വീട്ടിൽ വെച്ച് പറയുന്നത് പബ്ലിക് സ്ഥലങ്ങളിൽ തെറി പറയാറില്ല. പബ്ലിക് സ്ഥലങ്ങളിൽ ആരെയും കൈവയ്ക്കാറുമില്ല. കൈവയ്ക്കാന്ന് വെച്ചാൽ കൈവച്ചാൽ തീർത്ത് വെക്കും. ചിലപ്പോൾ ചിലരെ ആണെങ്കിൽ സംസാരിച്ചതിന് ശേഷം കൈവച്ചതിന് ശേഷം സംസാരിക്കേണ്ടവരുണ്ട്, സംസാരിച്ചതിന് ശേഷം കൈവയ്ക്കേണ്ടവരുണ്ട്. പക്ഷെ ഇതൊന്നും പോകത്തില്ല. അത് പണ്ട് ചെയ്തുകൊണ്ടിരുന്നത്, കൊള വെച്ച് ചെയ്തുകൊണ്ടിരുന്നതാണ്. അതിന്റെയൊക്കെ കാലം കഴിഞ്ഞു. ഇപ്പൊ പുതിയ ശാന്തസുന്ദരമായ സാംസ്കാരിക അന്തരീക്ഷമാണ്, കൈവയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോഴ് ഞാൻ ഇറങ്ങി അങ്ങനെ ചെയ്ത് നല്ല ഇതായിട്ട് പോയി. പിന്നെ അപ്പൊ തുടക്കം മുതൽ എന്റെ NCSലെ എന്റെ എല്ലാ കോഴിക്കോട് ചങ്കുകളെല്ലാം കൂടെ വന്നു. പല സ്ഥലങ്ങളിൽ കോട്ടയത്ത് നിന്ന് വരുന്നു, കോഴിക്കോട് വരുന്നു. അരിച്ചേട്ടാ മറ്റേത് പറഞ്ഞു, മറ്റത് മറിച്ചത്. അരിച്ചേട്ട കിളവനായപ്പോൾ തമാശയൊക്കെ പാന്തലും ഒക്കെ ആയിട്ട് കെട്ടിപ്പിടുത്തവും മറ്റേത് നമ്മൾ കെട്ടിപ്പിടിക്കുമ്പോ അല്ലെങ്കിൽ പിടിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല, ഒരു കേസും വരുത്തില്ല. നാച്ചുറലായിട്ട് ഹഗ് ചെയ്യുവാണ്. അവരെ സ്നേഹം പറ്റ ഒരു അച്ഛൻ മകളെ കെട്ടിപ്പിടിക്കുന്ന പോലെ, അല്ലെങ്കിൽ കവിതാക്കൾ കെട്ടിപ്പിടിക്കുന്ന പോലെ, അല്ലെങ്കിൽ പ്രണയമുള്ള ആൾക്കാർ, ഇതെല്ലാം പ്രണയമാണല്ലോ. സ്നേഹം എന്ന് പറയുന്നത് പ്രണയം തന്നെയാണല്ലോ. അപ്പൊ ആ രീതിയിൽ പ്രണയമാണ് ചലച്ചിത്രോത്സവത്തിന്റെ സന്ദേശം. പ്രണയം മൊത്തത്തിലുള്ള പ്രണയം എന്ന് പറയുന്നത് വിശ്വപ്രണയം എന്നുള്ളതാണ് ചലച്ചിത്രോത്സവത്തിന്റെ സന്ദേശം. അല്ലാതെ വെറും പ്രണയം. അങ്ങനെ ഉത്സവം ആരംഭിച്ചു. അപ്പൊ ഞാൻ മീഡിയ സെല്ലാണ് പൂർണ്ണമായിട്ട് ഇരിക്കുന്നത്. മീഡിയ സെല്ലില് കൂട്ടത്തിൽ ഫോട്ടോഗ്രാഫർ ജോജിയുണ്ട്. അപ്പൊ അവരുടെ കൂട്ടത്തിൽ അതിന്റെ സതികുമാറാണ് അതിന്റെ ഹെഡ്. നല്ല പെൺകുട്ടികൾ ആൺകുട്ടികളുണ്ട്. അപ്പൊ അവരുടെ അടുത്ത് നമ്മൾ കൂടുതൽ പോയി സംസാരിക്കാൻ ഡിസ്റ്റർബ്സ് ആണ്. അപ്പൊ സംസാരിക്കാതെ കഴിയുന്നു പണ്ടൊക്കെ സംസാരിക്കുന്നത്. അപ്പൊ അവർക്ക് ഒരുപാട് കാര്യം അവരെന്തെങ്കിലും എഴുതാനായിട്ട് ഡിവീറ്റ് ചെയ്തു. അങ്ങനെ ഞാൻ ഈ ഇന്ന് പരിചാത മേള കഴിഞ്ഞെങ്കിൽ 11-ാം തീയതി വൈകിട്ട് ഇവിടുന്ന് പുറത്തോട്ടിറങ്ങി, മീഡിയ സെല്ലിൽ പുറത്തിറങ്ങി ഒരു സംഘമാണ് ഇങ്ങനെ പാട്ട് പാടിക്കൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ അങ്ങനെ പല സംഘങ്ങളോടൊപ്പം ഞാൻ പാട്ട് പാടാറുണ്ടായിരുന്നു. അവർ പാടുമ്പോൾ നല്ല രസമാണ്. അവർക്ക് ആർക്കും ഒരു പരാതിയില്ല. പിന്നെ അവരുടെ വൈബിന് ചേട്ടാ നമ്മുടെ വൈബ് മാറിപ്പോയി എന്ന് പറഞ്ഞിട്ട് പലപ്പോഴും നമ്മുടെ പഴയ വൈബിലോട്ട് ഞാൻ അവരെ പിടിച്ചോണ്ട് പോയിട്ടുണ്ട്. അവർക്കെല്ലാം സന്തോഷമാണ്. അപ്പൊ അവർ നിർത്തിയിട്ട് എന്റെ പാട്ടുകൾ കുറെ കേൾക്കും. അങ്ങനെ നല്ല കുട്ടികൾ, നല്ല നല്ല ചെറുപ്പക്കാർ, ആൺപെണ്ണ വലിയ ചെറുപ്പക്കാരും ആൾക്കാർ, പ്രേക്ഷകരും എല്ലാം നല്ല ട്യൂണിംഗ് ആയിട്ടുള്ള ആൾക്കാർ. അപ്പൊ അലപ്പ് പാർട്ടികളാണെന്ന് എനിക്ക് മനസ്സിലായിട്ട് പോലും ഞാൻ അതിനകത്ത് പെട്ട ഒരാള് മനോജ് ബ്രഹ്മഭാഗത്തൊക്കെ പറഞ്ഞിട്ട് എനിക്കറിയാവുന്ന ഒരു പയ്യനാണ്. അവൻ കുറച്ച് നല്ല മദ്യപിച്ചിട്ടുണ്ട്. അവന് നന്നായിട്ടൊരു ആർട്ടിസ്റ്റും ഒക്കെയാണ്. അവന് വരയ്ക്കുകയൊക്കെ ചെയ്യും. പിന്നെ വരയ്ക്കുകയും ചെയ്യും. പിന്നെ അവന് ഫ്ലൂട്ടൊക്കെ വായിച്ചിട്ട് വരുന്നത്. അപ്പം ഞാനിവിടെ പാടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ്റെ എന്തോ അതിനകത്ത് ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പറഞ്ഞിട്ട് അവൻ പെട്ടെന്ന് പൂക്കാമാ എന്നുള്ള രീതി ഒച്ചത്തിൽ പറയാൻ തുടങ്ങി. നീ എന്തിനാണ് ജുബൈട്ടോടെ കൊണ്ടുവന്നത്, മറ്റൊന്ന് പഠിച്ചത്, നീ ജുബൈട്ടോട് ഇറങ്ങാനായിട്ട് സ്ഥലമാണോ എന്നൊക്കെ പറയാം. അപ്പം ബാക്കിയുള്ളവർ കൂടുതൽ പറയും നിന്നെക്കാളും അച്ഛൻ്റെ പ്രായമുള്ളതല്ലേ, ഇതിന് ഇങ്ങനെ ചീത്ത പറയാതെ പറഞ്ഞാൽ എന്ത് ചെയ്യണം എന്നൊക്കെ ചെയ്യും. അപ്പം ഞാൻ വിചാരിച്ചു പോലീസിനെ വിളിച്ച് അവരെ കൈകാര്യം ചെയ്ത് കയറ്റി. അത് കയറ്റി കഴിഞ്ഞപ്പോഴത്തേക്ക് അവരെ സ്റ്റേഷൻ കയറ്റിയിട്ട് അവരുടെ ഭാര്യ വന്നിട്ട് അവസാനം ജാമ്യത്തിൽ വിട്ടു, കേസെടുത്ത് ചാർജ് ചെയ്ത് വിട്ടു. അതിനുശേഷമുള്ള കളികളാണ് ട്വിസ്റ്റ് മാറുന്നത്. അതേപറ്റി ഇവർക്ക് എന്നെ നോട്ട് ചെയ്ത് വെച്ചിട്ട് അത് കഴിഞ്ഞ് അതിന്റെ പിറ്റേ ദിവസം അത് കഴിഞ്ഞിട്ടുള്ള ദിവസം ഈ സംഭവം നടന്നതിന് ഇതിപ്പോ ഇനി പറയാൻ പോകുന്ന സമയം 11-ാം തീയതിയാണ് നടക്കുന്നത്. മേളയുടെ ലാസ്റ്റ് മന്ത് 14-ാം തീയതിയുടെയും മുമ്പുള്ള ദിവസം 11-ാം തീയതിയാണ് നടക്കുന്നത്. 11-ാം തീയതി ഞാൻ ഒന്നാമതൊരു സിനിമ ഉണ്ടെന്ന് വെച്ചാൽ ഇൻഷാ അള്ള ബോയ് എന്ന് പറയും. ഒരുപാട് നല്ല സിനിമകളുണ്ട്. എന്ന് വെച്ചാൽ ഈ മേഖലയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഏത് തിയേറ്ററിൽ നമ്മൾ കുറച്ച് കയറിയാലും ആ വിഷ്വൽ കണ്ടാൽ തന്നെ നമുക്ക് സിനിമ മനസ്സിലാവും. പുറത്തിറക്കി മനസ്സിലാക്കിയെന്നുള്ളൂ, ബാക്കി കൂടുതൽ മനസ്സിലാക്കാം. അത്രയ്ക്ക് ഗംഭീരമായിട്ടുള്ള സംഭവമായിരുന്നു. അപ്പോൾ ഇറങ്ങിയപ്പം അത് കണ്ട് ഇങ്ങനെ ഇറക്കിയപ്പോഴത്തേക്കും ഞാനൊരു കുട്ടിയെടുത്ത് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഈ മനോജുമായിട്ടുള്ള സംഭവം പോലീസ് സ്റ്റേഷനിലെ പിറ്റേ ദിവസമാണ് ഈ സംഭവിക്കുന്നത്. പറഞ്ഞു അസാബിലേക്ക് ഒരു കട്ടൗട്ട് കൂട്ടിയിരിക്കുന്നു. അപ്പോൾ ആ കുട്ടി പറഞ്ഞു വായിലേക്ക് സാർത്ത് പറഞ്ഞപ്പോഴത്തേക്ക് വേറെ അവനെ വോളണ്ടിയർ ഒന്നുമല്ല, പുറത്തുനിന്ന് വന്ന അൺവാണ്ടഡ് അല്ലുണ്ട്. ഇതാണ് നാഷണൽ വർഗീയത പറയുന്നത്. അപ്പൊ എനിക്ക് മനസ്സിലായി എന്നെ ടാർഗറ്റ് ചെയ്തിട്ട് പൊട്ടൻഷ്യൽ ടീമുകൾ അതിനകത്ത് 4-5 കയറിയിട്ടുണ്ട്. കാര്യം എന്നെ ടാർഗറ്റ് ചെയ്തിട്ട് എന്നെ പ്രൊവോക്ക് ചെയ്ത് എന്നെ കൊണ്ട് എന്തെങ്കിലും പറയിപ്പിച്ച് അടി തരികയോ അടിക്കാത്ത തരിപ്പെടുത്തില്ല. ദേഹത്ത് കൊണ്ട് കഴിഞ്ഞാൽ ടാഗോറിന്റെ പുറത്തുനിന്ന് പോകുന്നതല്ല, തിരുവനന്തപുരം സിറ്റിക്ക് പുറത്ത് പോകത്തില്ല. അതേ രീതി നമ്മൾ ഇതുപോലെ തന്നെ കൊലപാതകത്തിൽ പിടിക്കുന്നതല്ല. നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും സുഹൃത്തുക്കളുണ്ട്. ഇന്ന കാരണം ഇല്ല വണ്ടിയിലെ പോകുന്നതെന്ന് വെച്ചാൽ പോലീസിനെ അറിയിച്ച് അവർ നേരിട്ട് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് പെരുമാറിക്കും. ഒരുപാടല്ല കേസ് അറിയുന്നുള്ളൂ. അല്ലെങ്കിൽ അത്യാവശ്യമൊക്കെ കേസും ചാർജ് ചെയ്യണത്. കറ്റക്കുറ്റി അടിച്ച് പൊട്ടിച്ച് വിട്ടാൽ മതി. ഒരു അത് പോട്ടെ ശരി എന്ന് പറഞ്ഞിട്ട്
അപ്പൊ അങ്ങനെ ശരി എന്ന് പറയും. അപ്പൊ ഞാൻ എന്റെ അടുത്ത് പലപ്പോഴും ഉടക്കാൻ പറ്റുന്ന തൊഴുതിട്ട് ശരി അപ്പൊ നിങ്ങൾ വലിയ അലപ്പമുള്ള പാപ്പാക്കട്ടെ, ഇനി അലപ്പാക്കത്തില്ല ഇരുപട്ടോ കേട്ടോ. നമ്മൾ സ്ഥലപ്പശ കാണും കേട്ടോ. ടാഗോർ തിയേറ്റർ സ്ഥലപ്പശ കാണുന്നത് തിരുവനന്തപുരത്തെ ഓരോ ഊടുവഴിയിലും ഇവിടുത്തെ സർവ്വ ആളുകളുമായിട്ടും നല്ല സൗഹൃദമുള്ള ഒരാളെടുത്ത് പറയുകയാണ്. അങ്ങനെ ഒരു തരം എനിക്ക് മനസ്സിലായത് കൊട്ടേഷൻ അത് മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ആയപ്പോഴത്തേക്കും വേറെ തന്നെ പിന്നെ ഉടക്കാനായിട്ട് വരിക. അത് പടക്കമെന്ന് വെച്ചാൽ അങ്ങോട്ട് പോകുമ്പോൾ ഡാഷ് മോനെ എങ്ങോട്ട് പോകുന്ന മറ്റേ രേ കൂക്കി എന്നൊക്കെ അത്. അപ്പൊ ഞാൻ ചിരിച്ചോണ്ട് ചാറ്റ കഴിച്ചെടുക്കും. പക്ഷെ ഇങ്ങനെ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഈ ശല്യ സഹിക്കാൻ വന്നപ്പോഴത്തേക്കും ഈ കിങ് തട്ടെന്ന് പറഞ്ഞ തട്ടിന്റെ ഫ്രണ്ട്. അപ്പൊ അവിടെ എന്ന് വെച്ചാൽ ഏകദേശം ഒരു 10,000 രൂപയ്ക്ക് ഞാൻ കാരണം അവിടെ ബിസിനസ് നടന്നു കാണും ലാഭം. എന്നുവെച്ചാൽ ഞാൻ ഒരുപാട് പേര് അവിടെ നിന്ന് ഫുഡ് കേട്ട് ഒരുപാട് പേര് അങ്ങോട്ട് പറഞ്ഞു വിടുകയൊക്കെ ചെയ്തു. അപ്പൊ അതിന്റെ ഫ്രണ്ട് ഒരു യൂണിജൻ കാർ മറ്റേ 1 കോടിയുടെ കാർ ഇട്ടുകൊണ്ട് കുറെ പേര് നിൽക്കുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി സംഭവം എന്റെ തേടി വന്നതാണ്, ഉറപ്പായിട്ട് മനസ്സിലായി. അപ്പൊ ഇവന്മാർ എന്റെ ചെറിയുന്നുണ്ട്. അപ്പൊ ഞാൻ അവിടെ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വെച്ച് നോക്കാമെന്ന് വിചാരിച്ച് എന്തായാലും കൊട്ടേഷൻ ആണെങ്കിൽ അവിടെ പറയാം. ഒരു ചെന്ന് പറഞ്ഞപ്പോഴേ കാര്യം നമ്മൾ ഫെസ്റ്റിവൽ ഓഫീസിൽ പോയി ഒരു കംപ്ലൈന്റ് ചെയ്താൽ നമ്മളൊരു പരാതിക്കാരനാണ് അത് ചെയ്യേണ്ട കാര്യം. അവർ ഇഷ്ടംപോലെ തിരക്കാണ് അതിനകത്ത്. അപ്പോൾ ഇവന്മാര് കാരണം ഫെസ്റ്റിവൽ ഓഫീസിൽ കാര്യം വന്നെങ്കിൽ സംസാരിക്കാനെന്ന് പറഞ്ഞാൽ ഞാൻ കയറത്തുമില്ല. അങ്ങനെ ഉണ്ടായി. അങ്ങനെ അത് ഇവന്മാർ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഇവന്മാര് പറയുക ചേട്ടാ അതൊന്നും പോരത്തില്ല, കാല് വെട്ടാം കൈ വെട്ടാം, എത്ര റേറ്റ് എത്ര? ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നും വേണ്ട, നമ്മൾ ഒരാൾക്ക് വിലക്ക് കഴിക്കുന്ന പോലെ കുറച്ച് പുള്ളി സിനിമയൊക്കെ കിടക്കല്ലേ ദിവസങ്ങളല്ലേ ഉള്ളൂ, അപ്പോൾ തുടക്കാൻ പോകാതെ എന്ന് പറയാം. ശരി ചേട്ടാ ചേട്ടാ അത് പറയും. അങ്ങനെ കൊണ്ട് പറഞ്ഞിട്ട് ഞാൻ ഫെസ്റ്റിവൽ ഓഫീസിൽ ഫ്രണ്ടിലോട്ട് പോയപ്പോൾ 2 പോലീസുകാർ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അതും ഇവരുടെ കൊട്ടേഷൻ ടീമിൽ പെട്ടതാണ്. അത് മ്യൂസിക് സ്റ്റേഷനിലെ രാജേഷും മണ്ണന്തര സ്റ്റേഷനിലെ പിന്നെ മുജീബും. അപ്പോൾ അവരെന്റെ അടുത്ത് പറഞ്ഞു ഒരുത്തിരി എടുക്കാൻ നിൽക്കുമെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ചെറിയ സംശയം തോന്നി. ഞാൻ അതിൽ ഇവരുടെ കൂടെ തന്നെ നിന്നപ്പോൾ സാറ് ഞങ്ങളുടെ കൂടെ നിൽക്കേണ്ട, അവരെ ഇവിടെ വരും, ഇപ്പോഴേ ഒരു ബോംബ് ബുക്കായിട്ട് വരും പിന്നെ സ്റ്റീലിന്റെ നോക്കി. അപ്പൊ എന്തോ ഇതിനകത്ത് മണക്കുന്ന മനസ്സിലായി. അപ്പൊ പെട്ടെന്ന് ഈ കാറിലുള്ളവന്മാരും കാറിൽ ഞാൻ സംസാരിച്ചവന്മാരും മറ്റൊമ്പിലും എല്ലാം ഒരു ബാച്ച് ചരിച്ചു വന്നിട്ട് പാട്ടോ നീ ആരോടാ പോയിട്ടോ, നീ വലിയ അഭ്യാസമുള്ളൂ, നീ ആരോടാ മറ്റോ പറഞ്ഞിട്ട് സ്ഥലം അറിയാവുന്നിട്ട് ഞാൻ പറഞ്ഞ ശരി സ്ഥലം അറിയാൻ പോട്ടെ, അപ്പോഴും ഞാൻ പോട്ടെ ശരി എന്ത് വേണമെന്ന് രീതിയിൽ പെട്ടെന്ന് അപ്പം ഈ ഒന്നാമത് ഫെസ്റ്റിവൽ ഭാരവാഹികൾക്ക് ഇത് ശ്രദ്ധിക്കാൻ സമയമില്ല. അപ്പൊ വോളണ്ടിയേഴ്സ് ഒക്കെ വന്നു, കുട്ടികളൊക്കെ വന്നിട്ട് അവരും എല്ലാം കൂടെ വളർന്നിട്ട് ഒരു സംഘം എന്നെയൊക്കെ വളർന്നു. എനിക്ക് തമാശയായിട്ട് തോന്നിയത് എനിക്ക് ഒന്നിടത്തിന് അനുഭവം ഉണ്ടായിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ ഭയങ്കര വാക്കല്ലാത്ത സ്ഥലങ്ങളിൽ ആളുകൾ വളർന്നിട്ട് ചുമ്മാ മോളുമായിട്ട് പോകുമ്പോൾ പാച്ചലിരിക്കുക മോളുമായിട്ട് പോകുമ്പോഴത്തേക്കും പിന്നെ ആരാ പറ്റാന്ന് പറഞ്ഞത് ഇത്രയും ചിലവന്മാർക്ക് ഊളുകളെന്നൊക്കെ പറയുന്നില്ലേ, അവന്മാർക്ക് വേറെ ജോലി തൊഴിലില്ല. അങ്ങനത്തെ ബാച്ചാണ് ഞാൻ വിചാരിച്ചത്. പെട്ടെന്ന് ഞാൻ പിന്നെ എനിക്ക് മനസ്സിലാക്കിയത് ഒന്നാന്തര കൊട്ടേഷനാണ് ഇത്. എന്റെ ഈ ടാഗ് കൊണ്ട് ഓഫീസിൽ നിന്നുള്ള ടാഗ് കൊണ്ട് എന്റെ മീഡിയ ഓൺ ഡ്യൂട്ടി എന്നുള്ള ടാഗ് ഒരുത്തിനെ കഴിച്ചു മാറ്റി. എന്നിട്ട് ഞാൻ SFI ജില്ലാ പ്രസിഡന്റാണ്, നീ എന്ത് ചെയ്യുന്നു കാണട്ടെന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞു SFI ജില്ലാ പ്രസിഡന്റ് ഇങ്ങനെ ചെയ്യത്തില്ല, ചുമ്മാ നീ കള്ളം പറയാം പോടാ എടുക്കാന്ന് പറയും. ആ പോലീസുകാരെ പറയാൻ മിണ്ടണ്ട, പോലീസുകാരെ സാർ മിണ്ടായിരിക്കും പറഞ്ഞിട്ട് പോലീസുകാരെന്നെ കൊണ്ട് കാറിലെ കൊണ്ട് ഞാൻ പറഞ്ഞത് അപ്പൊ സാധനങ്ങളൊക്കെ കയറ്റാൻ പറ്റും. നമ്മുടെ ടാഗ് കൊണ്ട് പ്രൊഫസസിൽ അകത്തുള്ള റിസപ്ഷനിലായി പോയി. ആ സാധനവും ഗിറ്റാറും കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം എടുത്തോട്ട് വന്ന് അത് തിരിച്ചു കൊണ്ട് വണ്ടി കയറ്റി അവർ ബാക്കി കയറി വന്നേ. എനിക്കൊരു പേടിയില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾ വരുമെന്ന് വേണം. ഇല്ല സാർ പറയാൻ പറ്റത്തില്ല, ശരിയാകത്തില്ലേ എന്ന് പറഞ്ഞു. പക്ഷെ അത് പോട്ടെ, അവരങ്ങനെ പെരുമാറി. അവരും ഏകദേശം അപ്പൊ ഈ കൊട്ടേഷൻ ടീമുകാര് മ്യൂസിയം CA ബിജുലാല് ഒരു പയ്യന് 19 വയസ്സിൽ താഴെ ഉള്ളൂ പയ്യനാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ അടുത്ത് നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ഞാൻ ഈ സംഭവം വന്നിട്ട് അപ്പൊ ഇങ്ങനെ കുറെ പേരൊക്കെ ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ ഭയങ്കര ബന്ധുവെച്ച് അലപ്പമാണ് ഹരിയോടെ പറ്റുന്നത് അലപ്പം കാണിക്കുന്നത് കേട്ടല്ലോ എന്നൊക്കെ ചില ഫ്രണ്ട്സുകളും ബന്ധുക്കളൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ അങ്ങനെയൊന്നും അല്ല ചുമ്മാ ഉണ്ടാക്കുന്നത് പറഞ്ഞിട്ട് ഇവന്മാരപ്പം തന്നെ അപ്പൊ ഇവനെ ഞാനൊന്നും പറയുകയോ ഒന്നും ചെയ്യത്തില്ല. ഇവ പിന്നെ പറഞ്ഞ പോലീസുകാരൊക്കെ വന്നപ്പോഴത്തേക്കും പോലീസുകാർ അവർക്ക് പറയാം ഇയാളെ അറസ്റ്റ് ചെയ്തു സാർ, അടിച്ച് കൂറ്റായിട്ട് നിൽക്കുക, ഇയാളെ അറസ്റ്റ് ചെയ്തു സാർ, ഇയാൾ ഇവിടെ പെണ്ണുങ്ങളെടുത്ത് ഭയങ്കരമായിട്ട് മോശമായിട്ട് പരിപാടി ഭയങ്കര ബന്ധുവെച്ചിട്ടുണ്ട്, അവൻ നീ കൊണ്ട് വന്നിട്ട് അവരെ പിടിച്ചിട്ടൊക്കെ പോയി. അപ്പൊ മ്യൂസിക് സ്റ്റേഷൻ ചെന്നപ്പോൾ എനിക്ക് മണത്തപ്പോഴത്തേക്കും ഇവർ മ്യൂസിക് CA ബിജുലാലിനെ ഇൻഫ്ലുവൻസ് ചെയ്തേക്കുവാണ്. അപ്പൊ സംഭവം എന്ന് വെച്ചാൽ ഇനി ഞാൻ പറയാനുള്ള കാര്യം ഇവൻ മനോരമയിലെ ചീഫ് സബ് എഡിറ്റർ B മുരളി എന്ന് പറഞ്ഞ കഥാകൃത്തുണ്ടല്ലോ. കഥാകൃത്ത് എന്റെ ഒരു സുഹൃത്തന്നെ നമ്മുടെയൊക്കെ പയ്യന്മാരാണ് അവരൊക്കെ. കഥയൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിച്ചു വിടും, എന്നെ കൊള്ളാമെന്നൊക്കെ പറയും. അപ്പൊ അതുകൊണ്ട് കുറച്ച് പെരുമാറ്റമൊന്നുമില്ല, ഒരുപാട് കണക്ഷൻസ് ഉണ്ട്. കണക്ഷൻസ് പറഞ്ഞാൽ എന്നെ സാറേന്നൊക്കെ വിളിക്കും. ഞാൻ പറയും ഞാൻ മുണ്ടശ്ശേരി മാഷോ അല്ലെങ്കിൽ നരേന്ദ്രപ്രസാദ് എന്റെ സാറെന്ന് വിളിക്കാം, എന്റെ ചേട്ടാന്ന് വിളിക്കാം, അല്ലെ ഹരിന്ന് വിളിക്കാം. അപ്പൊ ഇവന് പിന്നെ പറയാം ഹരി മുരളിയുടെ അനിയനാണ് കേട്ടോ മറ്റേന്ന് പറയുമ്പോൾ പിന്നെയാണ് മനസ്സിലായി ഇവൻ അവിടെ കുറെ ലിങ്കുകളൊക്കെ ഉണ്ട്. ഇവൻ ബ്ലാക്ക് ബെൽറ്റ് ആണ്. ഇവൻ ബ്ലാക്ക് ബെൽറ്റ് അല്ല, ഇവൻ ബ്രൂസിലി ആണെങ്കിലും അല്ലെങ്കിൽ വലിയ ഇതാണെങ്കിലും നമുക്ക് ഗ്രാസ് എന്ന് പറയുന്ന സാധനമില്ലേ, ഗ്രാസ് വെറും ഈ ഗ്രാസ് അത് അത്ര സാധനം ഇംഗ്ലീഷിൽ അത് പറയാൻ പാടും, മലയാളത്തിൽ പറഞ്ഞു നമുക്ക് ഗ്രാസ് ആണ്. ഇവരൊക്കെ വലിക്കുന്ന ഗ്രാസ് അല്ല, വെറും ഗ്രാസ്, വെറും പച്ച ഗ്രാസ്. അപ്പൊ പക്ഷെ സുരേന്ദ്രപിള്ള സാറ് ഇത് വിളിച്ച് തിരക്കിയപ്പോഴത്തേക്ക് BCA പറയുകയാണ്
സാറേ അത് പിന്നെ ബിസിനസ് ചെയ്തതിന്റെ കള്ളത്തരം പറയുന്നത് ധർമ്മരാജ് എന്ന് പറഞ്ഞ ബിസിനസ് ചെയ്യുന്ന പേര്. അപ്പൊ പുള്ളിക്കാരൻ നല്ലൊരു പയ്യനാണ്, നല്ല ആരോഗ്യമുള്ള, നല്ല ഹൈറ്റുള്ള, നല്ല മിടുക്കൽ ഓഫീസറാണ് ധർമ്മജിത്താണെന്ന് വിചാരിച്ചിട്ട്. അപ്പൊ ധർമ്മജിത്ത് സി എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ കുറെ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നുണ്ട്, കുറെ പോലീസ് ഓഫീസിന്റെ പേരൊക്കെ ഞാൻ ഇതിനകത്ത് എഴുതി വെച്ചിട്ട് എന്റെ മൊബൈലിലുണ്ട്. ധർമ്മജിത്താണ്. അപ്പം സുരേന്ദ്രപിള്ള സാറ് വിളിച്ചു ചോദിച്ചപ്പോൾ ഇത് ബിസിനസ് ചെയ്യ ധർമ്മജിത്താണോ? അതെ. ഇതിലിട്ടേക്ക് നമ്മുടെ മറ്റേ എന്തായാലും പറയുന്നത് സ്പീക്കറിലിട്ടേക്കും. അപ്പൊ ഞാനിവിടെ കേൾക്കുന്നുണ്ട്, പുള്ളി റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതെ, ഇത് നമ്മുടെ ലേബറായിട്ട് ഹരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാധ്യമപ്രവർത്തകൻ. അപ്പൊ പുള്ളി ഈ ഹരി തീരുന്നത് പുള്ളി സ്നേഹത്തോട്ട് പറയുകയാണ്. മുൻ മന്ത്രിയാണ് വിളിക്കുന്നത്, അറിയപ്പെടുന്ന നേതാവ്, ഉത്തരവാദിത്തപ്പെട്ട ആളാണ്, ഇടതുപക്ഷത്തിന്റെ ആളാണ് വിളിക്കുന്നത്. ആലോചിച്ച് നോക്കണം. അയ്യോ സാറേ, അയാളൊരു ഭയങ്കര അലമ്പ് കേട്ടോ. മദ്യപിച്ച് 24 മണിക്കൂർ ഇങ്ങനെ പെണ്ണുങ്ങളുടെ പുറകിൽ നടക്കുക, അവിടെ ഫെസ്റ്റിവൽ ഭയങ്കര അലമ്പാക്കുക. അപ്പൊ ഞാൻ സാറിന് വെച്ച് ഇങ്ങനെ പറയുന്നത് വെച്ചാൽ, ഞാൻ സാറിന് പറയുന്നത് വെച്ചാൽ മദ്യപിച്ച് അലമ്പാക്കുന്നത് നിന്റെ സ്വഭാവം. അപ്പൊ നമ്മൾ ഈ മറ്റേ പിന്നെ പണ്ടൊരു പോറ്റി എടുത്ത് തീട്ടത്തിരിന്ന് പറഞ്ഞ് പോറ്റി തിരിച്ചു പറഞ്ഞു, എടാ പിന്നെ എന്താ പറയുന്നത് ഉണ്ണിയപ്പം കഴിക്കുക. അപ്പൊ മറ്റേ ആൾ ചോദിച്ചോ പറഞ്ഞു, അയാൾ കഴിക്കുന്ന കാര്യം അവൻ പറഞ്ഞു, ഞാൻ കഴിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു. പക്ഷെ അങ്ങനെ പറയാൻ പറ്റത്തില്ല. അപ്പൊ ശരിക്കും പറഞ്ഞാല് ഇതിന്റെയൊക്കെ അസുഖം എന്ന് വെച്ചാൽ, ഇവന്റെയൊക്കെ കുഴപ്പം ഇങ്ങനെയൊക്കെ പറയുന്നവരുടെ സ്വഭാവം എന്ന് വെച്ചാൽ, ഇവർ പറയാനുള്ള സൈക്കോളജി എന്ന് വെച്ചാൽ ഇവന്റെ കോംപ്ലക്സ് എല്ലാം ബാക്കിയുള്ളവരുടെ അടിച്ചേൽപ്പിക്കാന്നുള്ളത്. ഇവൻ ചെയ്യുന്ന കാര്യങ്ങൾ, ഇവന് രാവിലെ കഴിച്ചാൽ ഇവന് സെക്ഷൽ സപ്രഷൻ കാണും, പിന്നെ അവന് മദ്യം കിട്ടത്തില്ലായിരിക്കും. അപ്പൊ ഇവനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇങ്ങനെ പറയുന്നവരെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ നല്ലി ജബീലെ പോലുള്ള വേശികൾ എടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർ ഇതിന് ഈ കാമാസക്തി തീർക്കും. പിന്നെ ഞാൻ വേണമെങ്കിൽ കാശ് കൊടുക്കാം. ഇവര് കാശ് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി പോയിട്ട് മാറിപ്പോയാലും എന്റെ പേര് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ വിളിച്ച് പറഞ്ഞേക്കാം, ബിജു രമേശ് അടുത്ത് വിളിച്ച് പറഞ്ഞേക്കാം, ഇവന് ഇഷ്ടം പോലെ മദ്യം കൊടുക്കാൻ പറഞ്ഞേക്കാം. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഇവന് കഴപ്പും തീരും, വെണ്ണോടിയായിട്ട് ഇവര് തീരും. അല്ലാതെ മാന്യമായിട്ട് ജീവിക്കുന്നവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? സാറിന് എന്ന് വെച്ചാൽ നമുക്ക് പിന്നെ വളരെ വലിയൊരാണെങ്കിൽ നമുക്ക് പോയി പിന്നെ അടിച്ച് കരപ്പൂറ്റി പൊട്ടിച്ച് റെഡിയാക്കി വിടാമായിരുന്നു. പക്ഷെ പോലീസ് ഓഫീസർ അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ആളുകൾ ചെയ്യും കേട്ടോ. പക്ഷേ എന്താ പറയുക, ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കുറെ എല്ലാവരും അല്ല, നല്ല രീതിയിൽ നന്നായിട്ട് പറഞ്ഞാൽ ഇയാൾ ഇങ്ങനെ ചിലവന്മാർ പറയുന്നവന്മാരുണ്ട്. ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവ്, ഒരു മുൻമന്ത്രി, ഒരു സീനിയറായിട്ട് നേതാവ് വിളിച്ചു ചോദിക്കുമ്പോൾ അയൽക്കാരനെ കുറിച്ച് പറയുകയാണ്, പെണ്ണുങ്ങളുടെ പുറകിൽ നടക്കുന്ന ആളാണ്, മദ്യപാനിയാണ്, ഫെസ്റ്റിവൽ അലമ്പാക്കിയത്. അപ്പൊ അതിന് സൈക്കോളജി എന്ന് പറയുമ്പോൾ ചിലരുടെ കാര്യം ഞാൻ പറയും, ഇതോടെ മൈൻഡപ്പ് ചെയ്യുകയാണ്. ചിലരുടെ ഭാര്യമാര് ചിലർ മുമ്പേ അത് നടക്കും. കാര്യം അവന് ഭാര്യ സുന്ദരിയായിരിക്കും, അവന്റെ ഭാര്യ സുന്ദരിയായിരിക്കും. അപ്പം സുന്ദരി ആയതുകൊണ്ട് സുന്ദരി ആയതുകൊണ്ട് പിന്നെ ഇവന് ഒരുമിച്ച് നടക്കാനുള്ള കോംപ്ലക്സ് മുമ്പേ നടക്കും. അപ്പൊ എന്നെ പോലുള്ള പാവം പിടിച്ചൊരു മോർണിംഗ് വാക്കിന് വല്ല പോകുമ്പോഴത്തേക്ക് ഞാൻ അവരുടെ കൂടെ നടക്കുമ്പോഴേ ഇവ കാണിക്കുന്നത് ഇവർ ഭാര്യയുടെ കൂടെ നടക്കുന്നുണ്ട്. ഇങ്ങനെ പറയുന്നവന്മാരെന്ന് പറഞ്ഞാല് ഇങ്ങനെ പറയുന്നവരെന്ന് വെച്ചാൽ, നിന്റെ ഭാര്യയുടെ കൂടെ ഇപ്പൊ എന്റെ അടുത്ത് പലരും പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും പലരും എന്റെ ഫ്രണ്ട്സ് പറഞ്ഞത്, അവനെ വിളിച്ച് പറയണമായിരുന്നു, നിന്റെ ഭാര്യയുടെ കൂടെ അല്ല ഞാൻ നടക്കുന്നത്, മദ്യപിക്കുന്നത് എന്റെ കാശ് കൊണ്ടാണല്ലോ ഡാഷ് എന്ന് പറയണത്. അപ്പൊ നമ്മളത് പറയാനുള്ള സമയമില്ല, വേറെ ഒരുപാട് ജോലികളുണ്ട്. അത് കാരണം തൽക്കാലം ഞാൻ നിർത്തുകയാണ്. എല്ലാ മംഗളാശംസകളും തരുന്നു. ഇനിയുള്ള കോൺസിക്വൻസ് വെച്ച് അനുഭവിച്ചുണ്ടാവും.